റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി പാക് വിമാനം. സംഭവം അറബിക്കടലിന് മുകളിൽ വെച്ച. അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് പാക് വിമാനം അറബിക്കടലിൽ വെച്ച് കാണാതായെന്ന കാര്യം പുറത്തു വന്നത്. സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, പാകിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പോലും ഭരണകൂടങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ വിമാനം അപ്രത്യക്ഷമായ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നത്. ഷാർജയിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോവുകയായിരുന്ന പാക് ചരക്ക് വിമാനമാണ് അറബിക്കടലിന് മുകളിൽ വെച്ച് കാണാതായത്. 5 ജീവനക്കാരുമായി പറന്ന K2 എയർവേസിന്റെ ബോയിങ് 737 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി കറാച്ചിക്ക് സമീപം വെച്ചാണ് വിമാനവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. പാകിസ്ഥാൻ സമയം 9:18 വിമാനത്തിന്റെ നാവിഗേഷൻ സംവിധാനത്തിൽ തകരാറുള്ളതായി പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചു. തുടർന്ന് വിമാനത്തെ സഹായിക്കാൻ കൺട്രോളർമാർ ശ്രമിച്ചെങ്കിലും 9:21 റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായി. കറാച്ചിയിൽ നിന്നും ഏകദേശം 287 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത്. വിമാനം അസ്വാഭാവികമായ രീതിയിൽ പെട്ടെന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് സേവനമായ ഫ്ലൈറ്റ് റഡാർ 24 ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കടൽ നിരപ്പിൽ നിന്നും 1100 അടി ഉയരത്തിൽ വെച്ച് അവസാന സിഗ്നൽ ലഭിക്കുമ്പോൾ മിനിറ്റിൽ 22,400 അടി എന്ന വേഗതയിലാണ് വിമാനം താഴേക്ക് പോയത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഓർമയ്ക്ക് സമീപം അറബിക്കടലിൽ വിമാനം തകർന്നു വീണിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന് പിന്നാലെ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി വിപുലമായ തിരച്ചിൽ ആരംഭിച്ചു. പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ, വ്യോമസേനയുടെ വിമാനങ്ങൾ, നേവിയുടെ വിമാനം എന്നിവ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു ചരക്ക് കപ്പലും തിരച്ചിൽ പങ്കുചേരുന്നുണ്ട്. 27 വർഷം പഴക്കമുള്ള ഈ വിമാനം നേരത്തെ റഷ്യൻ വിമാന കമ്പനിയായ സർവീസ് നടത്തിയത്. 2012 ചരക്ക് വിമാനമാക്കി മാറ്റിയ ഇതിനെ 2024 കറാച്ചി ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയായ K2 എയർവേസ് ഏറ്റെടുത്തത്. വിമാനത്താവള അതോറിറ്റിയുടെ കണക്കനുസരിച്ച് കാണാതായ വിമാനം കണ്ടെത്തുന്നതിന് വിവിധ ഏജൻസികൾ വഴി കടലിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സജീവമാക്കിയതായും അധികൃതർ അറിയിച്ചു. റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമാകാൻ കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്ന് വ്യോമയാന വിദഗ്ധൻ ഇമ്രാൻ അസ്ലം പ്രാദേശിക ARY ന്യൂസിനോട് പറഞ്ഞു. ഒരു വിമാനത്തിന് എഞ്ചിൻ തകരാറുണ്ടായാൽ പോലും അത് പെട്ടെന്ന് താഴേക്ക് വീഴുന്നതിന് പകരം തെന്നി മാറുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനം എങ്ങനെ തെന്നി മാറുന്നതിന് പകരം പെട്ടെന്ന് താഴേക്ക് വീണു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. K2 എയർവേസിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഇത് കറാച്ചി ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കാർഗോ എയർലൈനാണ്. 2018 മെയ് മാസത്തിലാണ് ഇത് സ്ഥാപിതമായത്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാൻ സൈനിക, സിവിലിയൻ അധികാരികൾ നിരവധി വ്യോമ നാവിക സേനകളെ വിന്യസിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഒന്നിലധികം ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പ്രദേശത്തേക്ക് പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ PNS സുൽഫിക്കർ വേഗത്തിൽ തിരിച്ചുവിട്ടു. ഈ ശ്രമത്തിനായി പാകിസ്ഥാൻ വ്യോമസേനയും വിമാനങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഓപ്പറേഷന് സഹായിക്കാൻ പാകിസ്ഥാൻ നാവികസേനയുടെ ATR വിമാനം ടർബത്തിൽ നിന്നും പറന്നുയർന്നതായും അവർ പറഞ്ഞു. പാകിസ്ഥാൻ നാഷണൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ വ്യാപാര കപ്പലും അയച്ചിട്ടുണ്ടെന്നും അവർ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2020 മെയ് മാസത്തിൽ സിന്ധ് പ്രവിശ്യയുടെ തലസ്ഥാനമായ കറാച്ചിയിലെ വിമാനത്താവളത്തിന് സമീപം തിരക്കേറിയ ഒരു പ്രദേശത്ത് 98 പേരുമായി പറന്ന ഒരു പാകിസ്ഥാൻ ജെറ്റ് ലൈനർ ലാൻഡിങ്ങിനിടെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് തകർന്നു വീണിരുന്നു. ഒരു യാത്രക്കാരനൊഴികെ എല്ലാവരും അപകടത്തിൽ മരിച്ചു. പിന്നീട് പൈലറ്റിന്റെയും സഹ പൈലറ്റിന്റെയും എയർ ട്രാഫിക് കൺട്രോളറിന്റെയും ഭാഗത്തുനിന്നുള്ള മനുഷ്യപ്പിഴവാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് തകർച്ചയ്ക്ക് കാരണമെന്ന് പാകിസ്ഥാൻ സർക്കാർ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.